ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് ലിപ് ബാമായിട്ടാണ് വന്നിരിക്കുന്നത്. വേമ്പാലപ്പട്ടയും അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ലിപ് ബാം ചെയ്തിരിക്കുന്നത്. ടിൻറ്റഡ് ആണ് വരുന്നത്. ഇതിന് മുൻപും നമ്മൾ ലിപ് ബാമിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഇച്ചിരി ക്വാണ്ടിറ്റി വരുന്നുണ്ട് കേട്ടോ. നമുക്കുണ്ടാകുന്നൊരു കുഞ്ഞു ഓർഡറാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ലിപ് ബാം ചെയ്യണേന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ലിപ് ബാമിന് വേണ്ടിയിട്ടൊരു വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. ഇത് ബീസ് വാക്സ് ആണ്. നമ്മൾ സാധാ വാക്സുകളെ അപേക്ഷിച്ച് ഇച്ചിരി റേറ്റ് കുറവുണ്ട് കേട്ടോ ബീസ് വാക്സിന്. ബീസ് വാക്സ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ഡ്രൈ ലിപ്സിനെ നല്ല സ്മൂത്ത് ടെക്സ്ചറിലോട്ട് കൊണ്ടുവന്നും നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് നല്ല ഗ്ലോസി ഫിനിഷ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ബീസ് വാക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 40 ഗ്രാമാണ് ബീസ് വാക്സ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബട്ടറുകളാണ് കേട്ടോ. ഇതിപ്പോൾ റിഫൈനഡ് ആയിട്ടുള്ള ഷിയ ബട്ടറാണ്. ഈ ഒരു ഷിയ ബട്ടറിൽ ധാരാളമായിട്ട് വൈറ്റമിൻ A ആൻഡ് E ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിന് ഡ്രൈ ആകാതെ ക്രാക്ക് ആകാതെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 14 ഗ്രാമാണ് ഷിയ ബട്ടർ ചേർത്ത് കൊടുത്തത്. ഇനി അടുത്ത ബട്ടർ എന്ന് പറയുന്നത് കൊക്കോ ബട്ടറാണ്. ഈ ഒരു കൊക്കോ ബട്ടർ കൊക്കോ ബീനിൽ നിന്നാണ് കേട്ടോ ഡിറൈവ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലും ധാരാളമായിട്ട് വൈറ്റമിൻ A ആൻഡ് E ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലിപ്പ് ഡ്രൈ ആകാതെ ക്രാക്ക് ആകാതെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതും ഒരു 14 ഗ്രാമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി അടുത്തത് ഓയിൽസാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. ആൽമണ്ട് ഓയിലൊക്കെ നമ്മുടെ ലിപ്പിന് വളരെയധികം നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ ഈ UV ഡാമേജസിൽ നിന്നും നമ്മുടെ ലിപ്പിനെ പ്രൊട്ടക്റ്റൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ആൽമണ്ട് ഓയിൽ വളരെയധികം നല്ലതാണ് കേട്ടോ. ആൽമണ്ട് ഓയിൽ ഒരു 15 ഗ്രാമാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജോജോബോ ഓയിലാണ് കേട്ടോ. ഈ ഒരു ഓയിലൊക്കെ നമ്മുടെ ലിപ്പിന് വളരെയധികം നല്ലതാണ്. അതായത് ലൈറ്റ് വെയ്റ്റ് ആൻഡ് നോൺ ഗ്രേസി ഓയിലാണിത്. ഇത് നമ്മുടെ ലിപ്പിനെ ഹൈഡ്രേറ്റ് ആൻഡ് നറിഷൊക്കെ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു 15 ഗ്രാമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് ബീട്രൂട്ടിൻ്റെ ഓയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീട്രൂട്ടിൻ്റെ പൗഡറിന് പകരം ബീട്രൂട്ടിൻ്റെ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു 13 ഗ്രാമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അടുത്തത് ഇത് വേമ്പാലപ്പട്ടയുടെ ഓയിലാണ്. ഈ ഒരു വേമ്പാലപ്പട്ടയുടെ ഓയിലിൽ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ രണ്ടും കൂടെ കൂടിയിട്ട് മിക്സ് ആക്കിയ ആ ഒരു ഓയിലിലാണ് വേമ്പാലപ്പട്ട ഇട്ട് വെച്ചിട്ട് അങ്ങനെ എടുത്തിരിക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു വേമ്പാലപ്പട്ടയുടെ കളറാണ് ഈ ഒരു റെഡിഷ് കളറിൽ വന്നിരിക്കുന്നത്. അത് നമ്മളൊരു വേമ്പാലപ്പട്ടയുടെ ആ ഒരു ഓയിൽ നമ്മളൊരു 55 ഗ്രാമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് മെഷീൻ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പറയുന്നത് ഗ്രേപ്പ് സീഡ് ഓയിലാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നൊരു ഓയിലാണ് കേട്ടോ ഈ ഒരു ഗ്രേപ്പ് സീഡ് ഓയിൽ. ഇതും നമ്മുടെ ലിപ്പിന് വളരെയധികം നല്ലതാണ്. ഈ ഒരു ഓയിൽ നമ്മളൊരു 19 ഗ്രാമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ട്. അങ്ങനത്തെ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലും നമ്മൾ ചേർത്തിരിക്കുന്നത് ബീസ് വാക്സ്, കൊക്കോ ബട്ടർ, ഷിയ ബട്ടർ, ആൽമണ്ട് ഓയിൽ, ബീട്രൂട്ട് ഓയിൽ, ഗ്രേപ്പ് സീഡ് ഓയിൽ, ജോജോബോ ഓയിലൊക്കെയാണ്. ഇനി ഇത്രയും ഐറ്റംസ് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആ ഒരു കൂട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. അങ്ങനത്തെ നമ്മുടെ ആ ഒരു കൂട്ട് വാക്സ് എല്ലാം നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ. വാങ്ങി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കളറ്, ഫ്രാഗ്രൻസ് ഒക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് വൈറ്റമിൻ Eയുടെ ഓയിലാണ്. ഈ ഒരു വൈറ്റമിൻ Eയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 20 ഡ്രോപ്സിൻ്റെ അടുത്തോളം നമ്മൾ വൈറ്റമിൻ E ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ലിപ്പിന് ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രാഗ്രൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-8 ഡ്രോപ്സ് ഫ്രാഗ്രൻസും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ റോസാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്ട്രോബെറിയോ അല്ലെങ്കിൽ വാനിലയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ മെറൂൺ കളറ്, ലിപ് സേഫ് ആയിട്ടുള്ള കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കളറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളറ് ഈ ഒരു രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് സെറ്റായി കഴിയുമ്പോൾ ഇതിനേക്കാളും ഇച്ചിരി കളർ കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മിക്സ് കൂട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ അതിൻ്റെ ഷെയ്ഡൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഷെയ്ഡിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കളർ വരുന്നത്. അപ്പോൾ കളർ നമുക്ക് കൂട്ടി കുറച്ചൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനിത് ലിപ് ബാമിൻ്റെ കണ്ടെയ്നറിലായിട്ട് ഒഴിച്ചു വെക്കാം.
ഇത് 8 ഗ്രാമിൻ്റെ കണ്ടെയ്നറാട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 25ഓളം ലിപ് ബാമുകളാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടെയ്നേഴ്സ് എല്ലാം ഇവിടെ നിരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നിലായിട്ടും ഇതുപോലെ ആ ഒരു ലിപ് ബാം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാനിതിൽ ചേർത്തിരിക്കുന്ന പോലെ ആ ഒരു ഓയിൽസ് തന്നെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഗ്രേപ്പ് സീഡ് ഓയിൽ, ജോജോബ ഓയിലൊന്നും ചിലപ്പോൾ കയ്യിലുണ്ടാവില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് ആൽമണ്ട് ഓയിൽ, വേണമെങ്കിൽ കാസ്റ്റർ ഓയിലൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ആ ഒരു ഓയിൽസിന് പകരമായിട്ട്. അപ്പോൾ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓരോരോ കണ്ടെയ്നറിലായിട്ട് ഇതുപോലെ ഒഴിച്ച് ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടിൻഡഡ് ആയിട്ടുള്ള ബീട്രൂട്ടും വേമ്പാലപ്പട്ടയും മിക്സ് ചെയ്തിട്ടുള്ള ലിപ് ബാം വരുന്നത്. ഇനി നമ്മളിതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടും കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ലിപ് ബാം സെറ്റായതാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു രീതിയിലാണ് സെറ്റായി കഴിയുമ്പോൾ ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ ലിഡും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ക്യാപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീട്രൂട്ടും വേമ്പാലപ്പട്ടയും വെച്ചിട്ടുള്ള ടിൻഡഡ് ആയിട്ടുള്ള ലിപ് ബാം വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റിക്കർ വരുന്നത്. വേമ്പാലപ്പട്ടയും ബീട്രൂട്ടിൻ്റെയും സ്റ്റിക്കറാണിത്. അപ്പോൾ സ്റ്റിക്കർ നമ്മൾ ജസ്റ്റ് ഒരെണ്ണം ഒട്ടിച്ച് കാണിക്കാം കേട്ടോ. ഇത് സ്റ്റിക്കറിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നമുക്ക് കിട്ടണമെന്നൊക്കെ ഉള്ളത്. ഇത് പ്രസ് ഉണ്ടല്ലോ, പ്രസ്സിൽ പോയി പ്രിൻ്റ് എടുത്താണ് കേട്ടോ. ഡിസൈനൊക്കെ ഓൾറെഡി ചെയ്ത് അവരുടെ അടുത്ത് കൊണ്ടുപോയി. പിന്നെ നമ്മുടെ ലിപ് ബാമിൻ്റെ അളവും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു അളവിൽ അങ്ങനെ സെറ്റ് ചെയ്ത് തന്നതാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്കർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബീട്രൂട്ടിൻ്റെ ലിപ് ബാമിൽ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോഴുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് ഷെയ്ഡ് വരുന്നത് ഇതേമാതിരി ആയിരിക്കും കേട്ടോ നമ്മുടെ ആ ഒരു ലിപ് ബാമിൻ്റെ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ ഇതിൻ്റെ കളറ് എങ്ങനെയാണെന്നുള്ളത്. 25 ലിപ് ബാമാണ് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരെണ്ണം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ബാലൻസ് ഒഴിക്കാനുള്ളത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഷെയ്ഡിലായിരിക്കും കേട്ടോ നമ്മുടെ ലിപ്പ് വരുന്നത്. അപ്പോൾ കളറൊക്കെ നമുക്ക് നോക്കിയിട്ട് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനലി നമ്മുടെ എല്ലാ ലിപ് ബാമും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ലിപ് ബാമിൻ്റെ ടിൻഡഡ് ആയിട്ടുള്ള ലിപ് ബാമിൻ്റെ വീഡിയോ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ഒരു ലിപ് ബാമിൻ്റെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ലിപ് ബാമിൻ്റെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ലിപ് ബാം റീസെല് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. കോള് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. ഇനി ലിപ് ബാം അല്ല, ഷാംപൂ ബേസ്, അതുപോലെ തന്നെ ഫേസ് വാഷിൻ്റെ ബേസ്, അതുപോലെ തന്നെ സോപ്പൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ടും പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ലിപ് ബാമിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.